നമസ്കാരം. കണക്കിൽ വീണ്ടും അടിതെറ്റി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മലബാറിൽ +1 സീറ്റുണ്ട് എന്ന് സമർത്ഥിക്കാൻ നിരത്തിയ കണക്ക് വീണ്ടും തിരുത്തിയിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ശനിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മലപ്പുറത്ത് 11,083 സീറ്റുകളുണ്ട് എന്നും 14,037 അപേക്ഷകർ മാത്രമേ ഉള്ളൂ എന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത്. അതേസമയം തിങ്കളാഴ്ച നിയമസഭയിൽ അഹമ്മദ് ദേവർകോവിലിന്റെ സബ്മിഷന് നൽകിയ മറുപടിയിൽ മന്ത്രി ജില്ലയിൽ 7,478 സീറ്റിന്റെ കുറവുണ്ട് എന്ന് തിരുത്തി പറയുകയും ചെയ്തു. സീറ്റ് ക്ഷാമ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ അൺഎയ്ഡഡ് സ്കൂളുകളിലെ സീറ്റും ITI ഉൾപ്പെടെയുള്ള അവസരവും ചേർത്തുകൊണ്ടുള്ള കണക്ക് നിരത്തി മതിയായ സീറ്റുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാനായിരുന്നു മന്ത്രിയുടെ ശ്രമം. ഈ നീക്കം പൊളിഞ്ഞതോടെ മൊത്തം അപേക്ഷകരുടെ എണ്ണത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് സീറ്റുണ്ട് എന്ന് വരുത്താനായി അടുത്ത ശ്രമം. മലപ്പുറം ജില്ലയിലെ സീറ്റുകളിലേക്ക് സമീപ ജില്ലകളിൽ നിന്ന് ലഭിച്ച അപേക്ഷകരെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു അപേക്ഷകരുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയത്. ഇത് പ്രകാരം 82,446 അപേക്ഷകരുള്ള ജില്ലയിൽ 74,841 മാത്രമാണ് ഉള്ളത് എന്ന കണക്കാണ് മന്ത്രി അവതരിപ്പിച്ചത്. പുറത്തു നിന്നുമുള്ള അപേക്ഷകരും ജില്ലയിൽ പ്രവേശനം നേടുന്നെന്ന് വ്യക്തമായതോടെ എണ്ണം 78,114 എന്ന് നിയമസഭയിൽ പറഞ്ഞു. ഇതോടെ ആദ്യം പറഞ്ഞ അപേക്ഷകരുടെ എണ്ണത്തിൽ 3,273 പേരെ വർദ്ധിപ്പിക്കേണ്ടതായി വന്നു. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും ജില്ലയിൽ 11,546 പേർ പ്രവേശനം നേടിയില്ല എന്ന കണക്ക് നിരത്തിയ മന്ത്രി ഇത്രയും എണ്ണം സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ നിന്ന് കുറച്ചുകൊണ്ടുള്ള കണക്കാണ് അവതരിപ്പിച്ചത്. ഇഷ്ട സ്കൂളും വിഷയ കോമ്പിനേഷനും ലഭിക്കാത്ത കുട്ടികളാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവരിൽ ഭൂരിഭാഗവും. ഈ വിദ്യാർത്ഥികളിൽ നല്ലൊരു ശതമാനവും ഇഷ്ട സ്കൂളും കോമ്പിനേഷനും ലഭിക്കുന്ന കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ട സീറ്റുകളിൽ പ്രവേശനം നേടി. സീറ്റില്ലാതെ നിൽക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനമെടുക്കാതെ കുട്ടികളുടെ എണ്ണം കുറച്ചുകൊണ്ടുള്ള കണക്കും പൊളിഞ്ഞതോടെയാണ് 7,478 സീറ്റിന്റെ കുറവുണ്ട് എന്ന കണക്കിലേക്ക് മന്ത്രി എത്തിയത്. ഇതുവരെ ജില്ലയിൽ അൺഎയ്ഡഡ് ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ പ്രവേശനം നേടിയത് 53,762 പേരാണ്. ഇതര ജില്ലകളിൽ കൂടി പ്രവേശനം നേടിയവരെ കഴിച്ചുള്ള മലപ്പുറത്തെ അപേക്ഷകരുടെ എണ്ണമായ 78,114-ൽ 25,079 പേർക്കാണ് ഇനി സീറ്റ് ആവശ്യമുള്ളത്. ഒഴിവുള്ള മെറിറ്റ് മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി സീറ്റുകൾ പൂർണ്ണമായും പരിഗണിച്ചാൽ ജില്ലയിൽ ശേഷിക്കുന്നത് 9,820 സീറ്റാണ്. ഇത് ഉപയോഗപ്പെടുത്തിയാൽ പോലും 15,259 സീറ്റിന്റെ കുറവുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിൽ പ്രവേശനം നേടുന്നവരുടെ എണ്ണം കൂടി പരിഗണിച്ചാലും മലപ്പുറത്ത് 13,000-നും 15,000-നും ഇടയിൽ സീറ്റുകളുടെ കുറവുണ്ടാകും. ഇതിന് സമാനമായ കുറവാണ് കഴിഞ്ഞ വർഷവും അനുഭവപ്പെട്ടത്. ഈ വിദ്യാർത്ഥികൾക്കാണ് സർക്കാർ ഉപരിപഠന അവസരം ഒരുക്കേണ്ടത്. അതേസമയം സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാർത്ഥി സംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ചർച്ച ഇന്ന് നടക്കും. ചർച്ചയ്ക്ക് ശേഷം സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് സീറ്റില്ലാത്ത കുട്ടികളുടെ ഉപരിപഠന സാധ്യതകളിൽ നിർണായകമാകും. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോഴും ആവശ്യമായ സീറ്റ് ഉണ്ട് എന്ന കണക്ക് നിരത്താൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം സാമ്പത്തിക പ്രതിസന്ധിയാണ്. കഴിഞ്ഞ വർഷം ഉൾപ്പെടെ സ്വീകരിച്ച താൽക്കാലിക ബാച്ച് അനുവദിക്കുന്നതിൽ നിന്ന് പോലും സർക്കാരിനെ പിറകോട്ട് വലിക്കുന്നതും ഇത് തന്നെയാണ്. ഇതോടെയാണ് അൺഎയ്ഡഡ് ITI ഉൾപ്പെടെ സീറ്റുകളുടെ കണക്കുമായി സീറ്റുണ്ട് എന്ന അവകാശവാദവുമായി രംഗത്ത് വരാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. പ്രതിരോധമെല്ലാം പൊളിഞ്ഞ വിദ്യാഭ്യാസ വകുപ്പിനും ചൊവ്വാഴ്ചയിലെ ചർച്ച നിർണായകമാണ്. മലപ്പുറത്ത് 7,478 സീറ്റിന്റെ കുറവുണ്ട് എന്ന് തിങ്കളാഴ്ച സഭയിൽ സമ്മതിച്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് അത്രയും വിദ്യാർത്ഥികൾക്കുള്ള ഉപരിപഠന മാർഗം എന്ത് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ വർഷവും സീറ്റുണ്ട് എന്ന് പറഞ്ഞ മന്ത്രിക്ക് 97 താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കേണ്ടി വന്നു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാൽ തന്നെ സ്ഥിരം ബാച്ചുകൾക്ക് ഒരുക്കമല്ല. അതിനാൽ കൂടുതൽ താൽക്കാലിക ബാച്ചുകളുടെ സാധ്യതയായിരിക്കും പരിശോധിക്കുക. ഇതിനു പുറമെ മതിയായ കുട്ടികളില്ലാത്ത ബാച്ചുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം സമ്മർദ്ദം ശക്തമായതോടെ 14 ബാച്ചുകൾ ട്രാൻസ്ഫർ ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രവേശനം പൂർത്തിയായപ്പോൾ
129 ബാച്ചുകളാണ് 25-ൽ താഴെ കുട്ടികൾ പ്രവേശനം നേടിയത്. ഈ ബാച്ചുകളിലേക്ക് ഇത്തവണ 3 അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോഴുള്ള പ്രവേശന നിലയും പരിശോധിക്കും.